നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ് എംഡി സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ സർക്കാരിൽ അന്തഃഛിദ്രം. ഉത്തരവ് പുറത്തിറങ്ങിയില്ല. തച്ചങ്കരിയെ മാറ്റിയെന്ന് സഹകരണ മന്ത്രി. തീരുമാനമെടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഒന്നും അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. തച്ചങ്കരിക്ക് പിന്തുണയുമായി ജീവനക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. കമ്മീഷന് തീരുമാനമെടുക്കാം. കമ്മീഷന്റെ ഭരണഘടനാ ചുമതലയിൽ കോടതി ഇടപെടില്ല. തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമെന്ന് മഞ്ഞളാംകുഴി. വിധി പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് കമ്മീഷൻ. IS ഭീകരതയെ പിന്തുണച്ച 2 മലയാളികളെ UAE നാടുകടത്തി. നടപടി കൊച്ചി സ്വദേശികൾക്കെതിരെ. 8 പേർ നിരീക്ഷണത്തിൽ. ഭീകരതയ്ക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്ത്യയും UAEയും. വയനാട്ടിൽ ആദിവാസി യുവതിയുടെ 3 നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ ഗൈനക്കോളജിസ്റ്റിന് സസ്പെൻഷൻ. നടപടി DMOയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത യുവതി യാത്രാമധ്യേ പ്രസവിച്ചത് ഡോക്ടറുടെ അനാസ്ഥ മൂലമെന്ന് DMO. ജനതാ പരിവാറിൽ പിളർപ്പ്. ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് SP. ഭിന്നത സീറ്റ് വീതം വെപ്പിനെ ചൊല്ലി. വിശദമായി. ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡ് MD സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിസഭയിലും പാർട്ടിയിലും വിവാദം പുകയുന്നു. തച്ചങ്കരിയെ മാറ്റാൻ മന്ത്രിസഭ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അടുപ്പമുള്ള നേതാക്കളെ മുഖ്യമന്ത്രി അറിയിച്ചു. തച്ചങ്കരിയെ മാറ്റുന്ന കാര്യം അടുത്ത മന്ത്രിസഭാ യോഗത്തിലെ പരിഗണിക്കൂ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അതേസമയം തച്ചങ്കരിയെ മാറ്റിയെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ അറിയിച്ചു. തച്ചങ്കരിയെ മാറ്റിയ തീരുമാനം അറിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തച്ചങ്കരിയെ മാറ്റിയെന്ന വാർത്താക്കുറിപ്പിറക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇതോടെയാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിട്ടില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി അടുപ്പമുള്ള നേതാക്കളെ അറിയിച്ചത്. I ഗ്രൂപ്പ് മന്ത്രിമാർ തച്ചങ്കരിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനിക്കാമെന്ന ധാരണയാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി നേതാക്കളെ അറിയിച്ചു. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചതായി മുഖ്യമന്ത്രി പറയുന്നു. അതേസമയം വിവാദത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചെങ്കിലും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ടോമിൻ തച്ചങ്കരിയെ അതിനിടെ തച്ചങ്കരിയെ മാറ്റിയെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ സ്ഥിരീകരിച്ചു. എന്നാൽ കൺസ്യൂമർ ഫെഡിൽ നിന്നും പൂർണ്ണമായും മാറ്റൂ എന്ന് മുഖ്യമന്ത്രിയാണ് പറയേണ്ടതെന്നും ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഇപ്പൊ അങ്ങനെ മാറ്റി വേറെ ഇത് കൊടുത്തു, ഒരു വകുപ്പ് കൊടുത്തു. അങ്ങനെ മനസ്സിലായ പരിപൂർണമായി മാറ്റിയില്ലോ പറയാൻ പറ്റില്ല, മുഖ്യമന്ത്രി പറയാൻ പറ്റുള്ളൂ. തച്ചങ്കരിയെ മാറ്റിയ കാര്യം അറിയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനം പറയട്ടെ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്. അതേസമയം തച്ചങ്കരിയെ മാറ്റിയില്ലെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രി എത്തുമ്പോഴും പകരക്കാരനായി രത്നകുമാറിനെ നിയമിച്ചെന്ന വാർത്താക്കുറിപ്പ് ഇപ്പോഴും സംശയങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സതീശൻ പാച്ചനി, കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം ടോമിൻ തച്ചങ്കരി, ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ, C ദിവാകരൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, രമേശ് ചെന്നിത്തലയും CN ബാലകൃഷ്ണനും കുടുങ്ങും എന്നുറപ്പായപ്പോഴാണോ ഇപ്പോൾ തച്ചങ്കരിയെ മാറ്റിയത്? അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ശ്രീ തച്ചങ്കരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ഒരു സൂപ്പർ MD ആയിട്ട് പ്രവർത്തിക്കാനാണ് കൺസ്യൂമർ ഫെഡ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തച്ചങ്കരിയെ സംബന്ധിച്ചിടത്തോളം തച്ചങ്കരി ഇപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അറിയുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എത്രയോ കേസുകളിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. 6 മാസം മുമ്പ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഇതുപോലൊരു പ്രധാനപ്പെട്ട പോസ്റ്റിംഗ് കൊടുക്കുന്നതിനെതിരെ അന്നേ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ അവരൊക്കെ അന്ന് എത്രയോ വലിയ ആക്ഷേപമായിരുന്നു അദ്ദേഹത്തിനൊരു പോസ്റ്റിംഗ് കൊടുത്തപ്പോൾ, അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു തന്ത്രപരമായ ഒരു നീക്കം നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, തച്ചങ്കരിയുടെ ജാതകം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് പക്ഷേ ഈ ഘട്ടത്തിലല്ല എന്ന് തോന്നുന്നു. തച്ചങ്കരി പറയുന്നത് 22 റിപ്പോർട്ടുകൾ അയച്ചു. 100-ലധികം കോടിയുടെ കറപ്ഷനാണ് നടന്നിട്ടുള്ളത്. അഴിമതി നടന്നതായി എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കുന്നു. എല്ലാത്തിലും വിജിലൻസ് അന്വേഷണം ഞാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ 22-ലധികം റിപ്പോർട്ടുകൾ, 2000-3000 പേജ് അടങ്ങുന്ന റിപ്പോർട്ടുകളാണിവ. ഇക്കാര്യം പറയുമ്പോൾ
എൻ്റെ വീട്ടുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഞാൻ അക്കാര്യത്തിലൊരു സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് തച്ചങ്കരി പറയുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ വിസിൽ ബ്ലോവർ ആവുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതാണ്. അയ്യോ, അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ടോമിൻ തച്ചങ്കരിക്ക് ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഒരു 25-30 വർഷമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കേസുകൾ, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ, അതിലൊക്കെ ആരൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി നീങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടി നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാനതിലേക്ക് വ്യക്തിപരമായ അത്തരം ആക്ഷേപങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തോ ടാർഗറ്റ് ചെയ്ത്, അദ്ദേഹം എന്തോ ലക്ഷ്യം വെച്ച്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് വീണ്ടെടുക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറയുന്ന രീതിയിൽ അഴിമതി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണം, ശിക്ഷിക്കണം. അതിനൊന്നും ഒരു താമസവും വേണ്ട, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അദ്ദേഹം വ്യക്തമായിട്ട് അത്തരം താങ്കളിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ശ്രീ സതീശൻ പാച്ചേനി, നിങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ, തച്ചങ്കരിയെ ഇപ്പോൾ മാറ്റിയ നടപടിയെ? തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ സ്ഥാപനം ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. 2007 റജി നായർ MD ആയി ചുമതലയേറ്റെടുത്ത് ഇങ്ങോട്ടുള്ള ഒരു കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ കേവലം 50 കോടി രൂപയുടെ പൊതുകടം മാത്രമുണ്ടായിരുന്ന ഈ സ്ഥാപനം 1000 കോടി രൂപയുടെ കടബാധ്യതയുള്ള ഒരു സ്ഥാപനമായി മാറുകയും ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ഈ സ്ഥാപനം പൂട്ടിപ്പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് തച്ചങ്കേരി അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ നിലപാടുകളിലൂടെ, നീക്കങ്ങളിലൂടെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയത്. ആ നടപടിക്ക് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഡയറക്ടർ ബോർഡിലെ പല അംഗങ്ങളും അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സ്ഥാപനം നിലനിൽക്കണം. കാരണം ഇത് സാധാരണ പാവപ്പെട്ട ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് റിഡക്ഷൻ നിരക്കിൽ അരിയും ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ കൊടുക്കേണ്ട സർക്കാരിൻ്റെ ഒരു ഫേസ് ആവേണ്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇങ്ങനെ തകരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള ശക്തമായ നിലപാട് KPCCയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരന്, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അവർക്കെല്ലാവർക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും അവരേൽപ്പിച്ച ഒരു ദൗത്യമാണ്. ഈ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഇതിനകത്ത് സർക്കാർ നോമിനിയായി ഞങ്ങൾ വന്നപ്പോൾ ശ്രീ രതീഷ് IAS ആയിരുന്നു, ഇപ്പോഴത്തെ ഇടുക്കി കളക്ടറായിരുന്നു MD. അദ്ദേഹവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹവും ഇതിൻ്റെ ശക്തമായ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങൾ ആ സമയത്തും ഉണ്ടായിരുന്നു. പിന്നീടാണ് തച്ചങ്കേരി വന്നത്. തച്ചങ്കേരി വന്നപ്പോൾ കുറച്ചുകൂടി ശക്തമായ നടപടികളിലേക്ക് പോയി. ആ നടപടികളിലേക്ക് പോയപ്പോൾ അയാളെ മാറ്റുവാനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ കുറേ മാസങ്ങളായി നടക്കുന്നു. അതുകൊണ്ട് തച്ചങ്കേരിയെ മാറ്റേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെ ഇതൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചൊരു വിശദീകരണം ആവശ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ സർക്കാരല്ലേ, UDF സർക്കാരല്ലേ ഭരിക്കുന്നത്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയല്ലേ, സഹകരണ മന്ത്രി CN ബാലകൃഷ്ണനല്ലേ? എന്നിട്ടും അഴിമതി എന്തുകൊണ്ട് നടക്കുന്നു? അഴിമതി, ഈ പറയുന്ന അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ വലിയ അത്ഭുതം തോന്നുന്നു, വലിയ വിചിത്രമായി തോന്നുന്നു. ശ്രീ സതീശൻ പാച്ചേനി, 6 മാസം മുമ്പ് ഒരുപക്ഷെ ജോസഫ് വാഴക്കൻ അത് പറയുമായിരിക്കും, ഈ ടോമൻ തച്ചങ്കരിക്ക് പോസ്റ്റിംഗ് കൊടുക്കുന്നതായിരുന്നു മാധ്യമങ്ങളിൽ മുഖ്യ വാർത്ത. ഇപ്പോൾ തച്ചങ്കരെ അവിടെ നിന്ന് മാറ്റുമ്പോഴാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിസിൽ ബ്ലോവേഴ്സ് ആക്ട് പ്രകാരം തനിക്കും തൻ്റെ കുടുംബത്തിനും സംരക്ഷണം നൽകണം എന്ന് ഒരു IPS ഉദ്യോഗസ്ഥന് സംസ്ഥാനത്ത് ആവശ്യപ്പെടേണ്ട സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതും ഏത് IPS ഉദ്യോഗസ്ഥൻ? കളങ്കിതൻ എന്ന് ഇന്നലെ വരെ ആരോപിക്കപ്പെട്ട ഒരു IPS ഉദ്യോഗസ്ഥന് ഏറ്റവും വലിയൊരു അഴിമതി നിറഞ്ഞാടുന്ന വകുപ്പിലെത്തുമ്പോൾ അവിടെ കാണുന്ന അഴിമതി തനിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്തതാവുകയും അതിനെതിരെ പോരാടുകയും ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ആ ഞാൻ ചോദിച്ചത് തുടക്കത്തിൽ, ഉമ്മൻചാണ്ടിയല്ലേ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയല്ലേ ആഭ്യന്തരമന്ത്രി, CN ബാലകൃഷ്ണനല്ലേ മന്ത്രി? ഇതിൽ I ഗ്രൂപ്പിൻ്റെയും A ഗ്രൂപ്പിൻ്റെയും അഴിമതി, ഞങ്ങളുടെ അഴിമതി ചോദ്യം ചെയ്താൽ കഴിഞ്ഞ കുറേ നാളുകളായി ഉമ്മൻചാണ്ടിയുടെ അഴിമതി, KM മാണിയുടെ അഴിമതി, ലീഗ് മന്ത്രിമാരുടെ അഴിമതി എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയായിരുന്നു നടപടിയെടുത്തുകൊണ്ട്, ഞങ്ങളുടെ അഴിമതി ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്താൽ നിൻ്റെ അഴിമതി ഞാനും ചോദ്യം ചെയ്യും എന്ന നിലയിലേക്ക് രമേശ് ചെന്നിത്തലയെ കൊടുക്കുന്നതിന് വേണ്ടി, രമേശ് ചെന്നിത്തലയിലേക്ക് ഈ ആരോപണങ്ങൾ നീളുമെന്ന് അറിയുന്ന ഉമ്മൻചാണ്ടി ഇപ്പോൾ ടോമിൻ തച്ചങ്കരിയെ അവിടെ കൺസ്യൂമർ ഫെഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്ന് പോലും ആക്ഷേപമുണ്ടാവുകയാണ്.
സതീശൻ നികേഷ്, ഇത്തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നതേ തെറ്റാണ്. കാരണം ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രശ്നമോ അതുപോലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകേണ്ട വിഷയമല്ല. ഇത് അഴിമതിയാണ് പ്രശ്നം. അഴിമതി ആര് നടത്തിയാൽ അഴിമതി തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതിനകത്തൊരു ബോർഡംഗമായി പ്രവർത്തിക്കുമ്പോൾ ഈ സാധാരണ ജനങ്ങളെ സഹായിക്കേണ്ട ഒരു സ്ഥാപനം ധൂർത്തിൻ്റെയും അഴിമതിയുടെയും ഒരു സ്ഥാപനമായി മുന്നോട്ട് പോകുന്നു. അത് ഇപ്പോഴല്ല, അത് കുറേ വർഷങ്ങളായി തുടങ്ങി. അത് അനുസ്യൂതമായി തുടരുകയാണ്. സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങളൊക്കെ ഈ ബോർഡിൽ വന്നതിന് ശേഷം ബോർഡ് യോഗത്തിലായാലും ഇതിൻ്റെ ടെൻഡർ നടപടികളിലായാലും കുറേയൊക്കെ സുതാര്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനും ചർച്ചയിൽ പങ്കെടുക്കാനും അതിൽ ശക്തമായ നിലപാടെടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അഭിമാനം തോന്നുന്നു. പക്ഷേ അത് വേണ്ടവർക്ക് സതീശൻ പാച്ചേരി, ഇവിടെ വിഷയം എന്താണ്? കഴിഞ്ഞ ദിവസം ക്യാബിനറ്റിൽ ഒരു തീരുമാനം വരുന്നു, അല്ലെങ്കിൽ സഹകരണ മന്ത്രി, ഈ മന്ത്രി CN ബാലകൃഷ്ണന്റെ ചുമതലയിലാണല്ലോ കൺസ്യൂമർ ഫെഡ് പ്രവർത്തിക്കുന്നത്, ഒരു നിർദ്ദേശം വരുന്നു, ടോമിൻ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡിൽ തുടരാൻ അനുവദിക്കാനാകില്ല എന്ന്. മുഖ്യമന്ത്രിക്ക് അത് ബോധിക്കുന്നില്ല. മുഖ്യമന്ത്രി ആ തീരുമാനം മാറ്റിവെക്കുന്നു. അപ്പോൾ സഹകരണ മന്ത്രിയുടെ ആവശ്യത്തെ അപ്പോൾ തന്നെ ക്യാബിനറ്റിൽ വെച്ച് ആഭ്യന്തരമന്ത്രി അംഗീകരിക്കുന്നു എന്നാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത. പക്ഷേ മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും തീരുമാനമായി ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വളഞ്ഞ വഴിയിലൂടെ CN ബാലകൃഷ്ണൻ അത് വാർത്താക്കുറിപ്പായി ചീഫ് സെക്രട്ടറിയെ സ്വാധീനിച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഐ ഗ്രൂപ്പിലെ ചില മന്ത്രിമാർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ തച്ചങ്കരിയെ കൺസ്യൂമർ ഫെഡിൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം വരുന്നത്. അതായത് ഇത് ഒരു ഗ്രൂപ്പ് മന്ത്രിമാരുടെ അഴിമതിയാണ്. ആ അഴിമതി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഐ ഗ്രൂപ്പ് മന്ത്രിമാർ ശ്രമിക്കുന്നു എന്ന നിലയിലേ ഉണ്ടായിരിക്കുന്നത്. ശ്രീ സതീശൻ പാച്ചേരി, താങ്കൾ VM സുധീരൻ്റെ നോമിനി ആയിട്ടാണ്, എ ഗ്രൂപ്പുകാരനാണെങ്കിൽ പോലും VM സുധീരൻ്റെ നോമിനി ആയിട്ടാണ് കൺസ്യൂമർ ഫെഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐ ഗ്രൂപ്പിൻ്റെ അഴിമതിയെ എതിർക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡിൽ ടോമിൻ തച്ചങ്കരി ഒരു കരുവായിരുന്നു, ഒരായുധമായിരുന്നു. പക്ഷേ അതുപോലും അനുവദിക്കില്ല. ഇവിടെ ഞാൻ കേട്ട കഥ, ഇപ്പോൾ 10-20 ഉദ്യോഗസ്ഥർ കൺസ്യൂമർ ഫെഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടല്ലോ ടോമിൻ തച്ചങ്കരിയുടെ നടപടി മൂലം. അവർ ഭീഷണി മുഴക്കി, ഞങ്ങൾ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ CN ബാലകൃഷ്ണൻ്റെയോ അഴിമതി പോലും പുറത്തേക്ക് വിളിച്ചു പറയുമെന്ന്. അപ്പോഴാണ് ഇപ്പോൾ CN ബാലകൃഷ്ണന് ടോമിൻ തച്ചങ്കരിയെ മാറ്റണം, ഇനി അവിടെ നിർത്താൻ പറ്റില്ല എന്ന നിലയിലേക്ക് മാറേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലാണ് ഈ അഴിമതി കാണേണ്ടത് എന്ന് ശ്രീ സതീശൻ പാച്ചേരി താങ്കൾ അംഗീകരിക്കില്ലേ? അല്ല, ഇത് എന്തായാലും എൻ്റെ അറിവിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും KPCC അധ്യക്ഷനെയും ഒക്കെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോൾ ഈ സമീപകാലത്തല്ല, കുറച്ച് വർഷങ്ങളായി ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പോയിക്കൂടാ എന്നുള്ള ശക്തമായ നിലപാടുണ്ട്. എന്തായാലും തച്ചങ്കേരി എന്ന MD ഇപ്പോൾ ആ സ്ഥാപനത്തിൽ MD ആയി തുടരണം എന്ന് ശക്തമായി ആഗ്രഹം ഞങ്ങൾ ബോർഡംഗങ്ങൾക്കുണ്ട്, ജീവനക്കാർക്കുണ്ട്, വ്യാപാരികൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ തകർച്ചയിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. എന്തായാലും അത്തരമൊരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ MD ആയി തുടരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ ജോസഫ് വാഴക്കൻ, ഐ ഗ്രൂപ്പ് അഴിമതി ഒരു ഒളിയും മറിയും ഒക്കെ വേണ്ടേ ശ്രീ ജോസഫ് വാഴക്കൻ? അഴിമതിക്കെതിരെ ഇപ്പോൾ എന്തായാലും ഫൈറ്റ് ചെയ്യുന്നു എന്ന നില ടോമിൻ തച്ചങ്കരി കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ CN ബാലകൃഷ്ണനെ പോലൊരു മന്ത്രിക്ക് ഇങ്ങനെ വെറുതെ പിടിച്ച് പുറത്തെറിയാൻ കഴിയുമോ? ജനങ്ങളോടൊക്കെ കുറേയൊക്കെ സുതാര്യമായിട്ട് പ്രവർത്തിക്കണ്ടേ? കഴിഞ്ഞ 6 മാസം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും ടോമിൻ തച്ചങ്കരിക്ക് അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇങ്ങനെ തീരുമാനമെടുക്കാൻ കഴിയുക? അല്ല, ഈ ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ഈ രീതിയിലുള്ള ഒരു വേർതിരിവ് അതിനെ കാണുന്നത്? അദ്ദേഹം ശ്രീ CN ബാലകൃഷ്ണനാണ് സഹകരണത്തിൻ്റെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളതാണ് കൺസ്യൂമർ ഫെഡ്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു MDയെ വെക്കണമെങ്കിലോ അത് മാറ്റണമെങ്കിലോ ഒക്കെയുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹമാണത് ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ടയാളും. ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് തീരുമാനമെടുത്തിട്ടുണ്ട്.
മുഖ്യമന്ത്രി അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ചീഫ് സെക്രട്ടറിയെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളോ അങ്ങനെ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ആളോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നടപടികൾ എടുത്തത് ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് എടുത്ത നടപടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിൽ വന്നേ മതിയാവൂ. ശരി, പക്ഷേ ക്യാബിനറ്റാണ് നടപടി എടുക്കുന്നത്, അത് നടന്നേ മതിയാകൂ എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരു പക്ഷേ തീരുമാനം മാറ്റുമായിരിക്കും. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഴിമതിയെ ഐ ഗ്രൂപ്പിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? അതാണ് ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്ന ചോദ്യം. കെ മാണിക്കെതിരെ, ലീഗ് മന്ത്രിമാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുന്നണിയിൽ നിന്നുകൊണ്ട് ആ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെട്ട മന്ത്രി എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല അതിൻ്റെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും സി എൻ ബാലകൃഷ്ണനോടൊപ്പം നിന്ന് ഈ പറയുന്ന ഒതുക്കലിന് കൂട്ടുനിൽക്കുകയാണ്. അത് ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമാണോ ശ്രീ ജോസഫ് വാഴക്കൻ? അത് അഴിമതിയുടെ പേരിലാണോ? ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ശരിയല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളൊരു താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് തോന്നുന്നു. 22 റിപ്പോർട്ടുകൾ, 4000 പേജ് വരെ വരുന്ന റിപ്പോർട്ടുകളാണ് ടോമിൻ തച്ചങ്കരി എഴുതി അറിയിച്ചിരിക്കുന്നത്. സർക്കാരിനെ തിരുത്തേണ്ട ഘട്ടം വരുമ്പോൾ, പ്രത്യേകിച്ച് അഴിമതി വരുമ്പോൾ, അത് വിസിൽ ബ്ലോവർ ആകേണ്ട ചുമതല ഒരു IAS ഉദ്യോഗസ്ഥനെ, IPS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ? ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്, അതിനൊരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും MDക്ക് വിയോജിക്കാം. പക്ഷേ ആ തീരുമാനങ്ങൾ എപ്പോഴും സൂപ്പർസീഡ് ചെയ്യാനോ ആ ബോർഡ് തീരുമാനങ്ങൾ ഇല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള നടപടിയെടുക്കാനോ MDക്ക് അധികാരമില്ല. ഗവൺമെൻറ്റിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് വളയം വിട്ട് ചാടിക്കഴിയുന്ന, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു പുതിയ പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥന്മാർ വളയം വിട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആദർശധീരന്മാരും അല്ലാത്ത ആളുകളൊക്കെ മോശക്കാരും എന്നുള്ളൊരു ധാരണയുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് അതിൽ എത്രയോ ആരോപണങ്ങൾ, ഇത് VS അച്യുതാനന്ദൻ തന്നെ ഒരു വലിയ പരമ്പര തന്നെ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ റീഇൻസ്റ്റേറ്റ് ചെയ്തതിൻ്റെ പേരിൽ കേരള സമൂഹം ആകെ എതിർത്തതല്ലേ? അദ്ദേഹത്തിൻ്റെ പോസ്റ്റിങ്ങിനെതിരെ മാധ്യമങ്ങൾ എന്തുമാത്രം പറഞ്ഞു. ഇതെങ്ങനെയാണ് 15 ദിവസം കൊണ്ട് ഒരാൾ ഇത്രയും വലിയ ആദർശധീരനായി മാറുന്നത്? അപ്പോൾ അതൊരു തന്ത്രമാണ്. അത് കേരളത്തിൽ വളരെ പയറ്റിത്തെളിഞ്ഞ് പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമായത്. ഈ തന്ത്രത്തിനപ്പുറത്ത് ഇതിൽ നിന്നും മുമ്പിൽ അനാവശ്യമായി ഗവൺമെൻറ് കീഴടങ്ങരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അദ്ദേഹം അവിടെ കുറേ ജീവനക്കാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് കണ്ടു. ഇത് പണ്ട് അദ്ദേഹം ഇടുക്കി SP ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അവിടെ ചില മേഖലകളിൽ ഹർത്താൽ നടത്തി. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇടുക്കി SP ആയിരുന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകൾ പിന്നെ പുറത്തു വന്നത്. അപ്പോൾ ആ ഹർത്താൽ നടത്തിയ ആളുകൾക്ക് അബദ്ധം പറ്റിയെന്നുള്ളതായി. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു IPS ഓഫീസർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു അച്ചടക്കമോ അതല്ലെങ്കിൽ അതിൻ്റെതായ കോഡ് ഓഫ് കോണ്ടാക്റ്റോ പാലിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലോ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മുഴുവൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ പേരിൽ നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന നിരവധി പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ അച്ചടക്ക പ്രശ്നങ്ങൾ, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. തുടരുക. ശ്രീ C ദിവാകരൻ, നേരത്തെ ഭക്ഷ്യമന്ത്രി ആയിരുന്ന ആളാണല്ലോ താങ്കൾ. എങ്ങനെ കാണുന്നു ഇപ്പോൾ വലിയ അഴിമതി കൺസ്യൂമർ ഫെഡിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ആ അഴിമതിക്ക് ഒരുപക്ഷെ ചൂട്ടുപിടിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ സംഘടനകളും ഒപ്പമുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം. കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷവും UDF-ഉം ഒരേ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ടെന്നും തോന്നുന്നു കൺസ്യൂമർ ഫെഡിൽ. ഇല്ല, അത് നികേഷ്, അങ്ങനെയുള്ളൊരു സമീപനമൊന്നും അവിടെ ഇല്ല. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. പ്രശ്നം വളരെ ഫലപ്രദമായി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റ അനുഭവപ്പെടുമ്പോൾ അവരെ സഹായിച്ചു കൊണ്ടിരുന്ന, കാര്യക്ഷമമായി സുധാകരൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കൺസ്യൂമർ ഫെഡ് ക്രമേണ ഇപ്പോൾ ഈ ഗവൺമെൻറ് അവരുടെ കാലാവധി അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നത് 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് വിജിലൻസ്, അവരുടെ തന്നെ വിജിലൻസ്, അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിയന്ത്രിക്കുന്ന വിജിലൻസ് റെയ്ഡ് നടത്തി വകുപ്പ് മന്ത്രിയുടെയോ ഡിപ്പാർട്ട്മെൻറ്റോ അറിയാത്ത രീതിയിൽ
റെയ്ഡ് നടത്തിയാണ് ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തച്ചങ്കരി ഒരു അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയോ അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രമോ ബയോഡേറ്റോ ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. എന്തിനാണ് ഇപ്പോൾ വാഴക്കൽ പറയുന്ന ഈ കുപ്രസിദ്ധനായ ഈ തച്ചങ്കരിയെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത് ADGP റാങ്കിലിരിക്കെ അയാൾക്ക് പിന്നെ മാർക്കറ്റ് ഫണ്ട് കൊടുത്തു, അതിനുശേഷം പിന്നെ എന്താ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ അതിൻ്റെ സൊസൈറ്റി കൊടുക്കാം, അത് കഴിഞ്ഞ് ഇതിൻ്റെ അഡീഷണൽ ചാർജ്, ഇങ്ങനെ 2 3 വളരെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചാർജുകൾ മാറി മാറി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആലോചിച്ചു. അതിൻ്റെ ഒരു ക്യാബിനറ്റ് നോട്ട് പുറത്തു വന്നു. ആ പുറത്തു വന്നതിൽ ഇദ്ദേഹത്തിനെ മാറ്റിയതായിട്ടാണ് കാണുന്നത്. മാറ്റിയതായിട്ട് കൺസ്യൂമർ ഫെഡിൽ നിന്ന് തച്ചങ്കരിയെ മാറ്റി എന്ന് വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രി പറയുന്നു ഞാൻ അറിയില്ല. അപ്പോൾ ക്യാബിനറ്റ് തീരുമാനിച്ചു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ക്യാബിനറ്റിൽ അവരാരും ഇല്ലേ? ജനങ്ങളെ കണ്ണിൽ മണ്ണിടുന്ന ചക്കളത്തി പോരാട്ടമാണ് ഇവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നത്. എന്താ ബാർ ലൈസൻസ് അതാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇരിക്കുന്ന സതീശൻ പാച്ചേനി ഉണ്ടല്ലോ, സതീശൻ പാച്ചേനി യഥാർത്ഥത്തിൽ VM സുധീരൻ എന്ന KPCC പ്രസിഡന്റിന്റെ പ്രതിനിധിയായിട്ടാണ് കൺസ്യൂമർ ഫെഡിൽ വന്നിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയെങ്കിലും ചെയ്യുക എന്ന ദൗത്യവുമായിട്ടാണ് VM സുധീരൻ സതീശൻ പാച്ചേനി അയച്ചിരിക്കുന്നത്. ഇവിടെ MD എന്നുള്ള നിലയിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നത് അതാണല്ലോ, ടോമിൻ തച്ചങ്കരിക്ക് ചില ദൗത്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങളിൽ നിന്ന് പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്നത്. എന്തോ ആയാൽ തന്നെയും ഇവിടെ CITU എന്ന യൂണിയൻ അഴിമതിക്കെതിരെ അല്ല നിൽക്കുന്നത്, കോൺഗ്രസിലെ അഴിമതിക്കാർക്കൊപ്പമാണ് എന്നുള്ളതാണ് ഒരുപക്ഷെ താങ്കളെ വേദനിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കളുടെ വകുപ്പായിരുന്നില്ല, G സുധാകരനായിരുന്നു കൺസ്യൂമർ ഫെഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ പോലും താങ്കൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അഴിമതിക്കൊപ്പമാണ് നിങ്ങൾ രണ്ടുപേരും? അല്ല നിതേഷ്, നിങ്ങൾ ഈ രാജ്യത്തുണ്ടായിരുന്നല്ലോ, 5 കൊല്ലം ഒരു ഭരണം ഇവിടെ നടന്നല്ലോ. ഞാൻ ഇതിനേക്കാൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. ട്രേഡ് യൂണിയനുകൾ അവസാനമാണ് അവരുടെ ഒരു അഭിപ്രായത്തിലെത്തുന്നത്. തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ സംഘടനകളെ ഒന്നും ഇതിനകത്ത് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. അവർക്ക് ശമ്പളം കിട്ടണം, അവർക്ക് ആനുകൂല്യം കിട്ടണം, അതിനപ്പുറത്തുള്ള കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ഡയറക്ടർ ബോർഡൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യത്തിലൊന്നും തൊഴിലാളി പ്രാതിനിധ്യമൊന്നും ഡയറക്ടർ ബോർഡിലില്ല. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡയറക്ടർ ബോർഡിലുള്ളത്. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിഷനിൽ ആരുമില്ല, എല്ലാം ഭരണകക്ഷിയുടെ ഐയും ഗ്രൂപ്പുകാരാണ്. അതിൽ വാഴയ്ക്കലിന് മറുപടി പറയേണ്ടത് സതീശൻ പാച്ചേരിയാണ്. വാഴയ്ക്കൽ പറയുന്നത് ഇത്രയും കൊള്ളക്കാരനെ എന്തിനിവിടെ വെച്ചു എന്നാണ്. അത് മറുപടി പറയേണ്ടത് അദ്ദേഹം പറയുന്നത് ഇയാളിപ്പോൾ പിരിച്ചയച്ചാൽ ഇതോടെ ഇത് മുങ്ങിപ്പോകുമെന്നാണ്. ഇത് 2 എക്സ്ട്രീം അഭിപ്രായം. അതാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് രാജ്യം ഭരിക്കണമല്ല ജോലി, ഇവർക്ക് ടെക്സ്റ്റ് ബുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല, അത് കോടതിയിൽ പോകണം. ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ തുടരുക. ശ്രീ ജോസഫ് വാഴക്കൻ, തച്ചങ്കരി യഥാർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ടോ? ക്യാബിനറ്റ് അങ്ങനെ ആലോചന വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ ക്യാബിനറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പോയി. തീർച്ചയായിട്ടും അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ട്. ക്യാബിനറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ച തച്ചങ്കരിയെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങും, അതായത് മുഖ്യമന്ത്രി ഒപ്പിട്ട് ഉത്തരവിറങ്ങും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാറിയല്ലേ പറ്റുള്ളൂ, ഗവൺമെൻറ് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണെങ്കിൽ. ഞാൻ ഒരിക്കൽ കൂടി ആ ചോദ്യം, സതീശൻ പാച്ചേനി എന്ത് ചെയ്യുമെന്ന് ശ്രീ ദിവാകരൻ ചോദിക്കുകയാണ്. സതീശൻ പാച്ചേനി അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീക്കമല്ല, ഇതിപ്പോൾ മന്ത്രി തന്നെ പുറത്തേക്ക് വന്ന് പറയുകയാണല്ലോ, മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിൽ കാര്യങ്ങളൊന്നുമില്ല എന്ന്. സഹകരണ മന്ത്രിയാണ് തൻ്റെ വകുപ്പിൽ ആരൊക്കെയാണ് സെക്രട്ടറിമാരായും MD ആയും ഇരിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. CN ബാലകൃഷ്ണൻ്റെ തീരുമാനം പുറത്തു വന്നിരിക്കുന്നു. മാറ്റിക്കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കണം. സാങ്കേതികമായ അടുത്ത ആഴ്ച ഒരുപക്ഷെ തച്ചങ്കരിക്ക് കുറിപ്പ് ലഭിക്കും, അറിയിപ്പ് ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അതിനോട്? അല്ല, തച്ചങ്കരിയെ തൽക്കാലം മാറ്റരുത് എന്നും
കുറച്ച് മാസം കൂടി അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ സർക്കാരിന് അഭിമാനിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് സ്ഥാപനത്തെ മാറ്റുമെന്ന കാര്യത്തിൽ ഇതിനെക്കുറിച്ച് പഠിച്ചവർക്കും മനസ്സിലാക്കുന്നവർക്കും സംശയമൊന്നുമില്ല. മാത്രമല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്, മാറ്റരുത് എന്നുള്ളതാണ്. കാരണം ഇത് ഒരു സർക്കാരിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രസ്റ്റീജായിട്ടുള്ളൊരു വിഷയമായിട്ട് ഈ കൺസ്യൂമർ ഫെഡ് എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം സാധാരണ ജനങ്ങളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമല്ലേ. തികേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനനായ മുൻ മന്ത്രി ശ്രീ ദിവാകരൻ പറഞ്ഞതുപോലെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ആരംഭിച്ചതല്ല ഇത്. 2007 റജി നായർ MD ആയ സമയം മുതൽ ആരംഭിച്ച ധൂർത്തും അഴിമതിയും UDF ഭരണം വന്ന് UDF ഭരണസമിതി വന്നപ്പോഴും നിന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാറ്റം വന്നിരിക്കുന്നു. അത് ഇപ്പോഴത്തെ ഇടുക്കി കലക്ടർ ശ്രീ രതീഷ് IAS MD ആയി വന്നപ്പോൾ തുടങ്ങി വെച്ചതാണ്. തച്ചങ്കേരി വന്നപ്പോൾ ഒന്നുകൂടി ശക്തമാക്കി വേഗതയിൽ നടപടികളെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ആ നടപടികൾ മുന്നോട്ട് പോയാൽ ഈ സ്ഥാപനം ജീവനക്കാർക്കും ജനങ്ങൾക്കും സർക്കാരിനുമെല്ലാം ഒരു മാതൃകാപരമായിട്ടുള്ള സ്ഥാപനങ്ങളായി മാറും. അതിന് ഡയറക്ടർ ബോർഡിലെ അംഗം എന്ന നിലക്ക് ഞങ്ങൾ ഏതാനും പേർ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഈ അഴിമതിയും കെടുകാര്യസ്ഥിതിയും അവസാനിപ്പിക്കാൻ എത്രത്തോളം പോകാൻ പറ്റും. അവിടെ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ ഒരു പൊതുപ്രവർത്തകൻ്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് അവിടെ നിറവേറ്റേണ്ടത് എന്നതാണ് എൻ്റെ പ്രശ്നം. KPCC അത്തരമൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം നിർവഹിക്കാൻ തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ബോർഡ് അംഗം നിലക്ക് പ്രവർത്തിക്കും. തുടരുക. ഹൃദേശ് ചന്ദ്രൻ, വിവരാവകാശ പ്രവർത്തകൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ഹൃദേശ് ചന്ദ്രൻ, ഈ കൺസ്യൂമർ ഫെഡ് മാത്രമല്ലല്ലോ, അതുപോലെ സർക്കാർ ഏജൻസികൾ വേറെയുമുണ്ട്. എന്തുകൊണ്ടാണ് കൺസ്യൂമർ ഫെഡിൽ ഇത്രയധികം അഴിമതി ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആര്യഭവനിൽ നിന്ന് ചിക്കൻ വാങ്ങിയ ബില്ല് പോലും പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. 1200 കോടി രൂപ ടേൺ ഓവർ ബിസിനസ്സുള്ള പല സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായും അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ തന്നെ 60 കോടിയായി, 10% 120 കോടിയായി. ഇതാരാണ് അടിച്ചു കൊണ്ടുപോകുന്നത്? തീർച്ചയായും നമ്മൾ ഈ ചർച്ചയിൽ തച്ചങ്കരിയുടെ ജാതകമല്ല പരിശോധിക്കേണ്ടത്. ഇത് കൺസ്യൂമർ ഫെഡിന്റെ ജാതകം പരിശോധിച്ച് കഴിഞ്ഞ 10 വർഷം കൺസ്യൂമർ ഫെഡിലെ അഴിമതിയുടെ ജാതകം പരിശോധിച്ച് ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാണ്. അല്ലാതെ ഇടത് വലത് പക്ഷമോ മറ്റൊരു പക്ഷമോ അല്ല ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. തച്ചങ്കരി എന്തു ചെയ്തു എന്ന് നിങ്ങൾ നോക്കുക. തച്ചങ്കരി കഴിഞ്ഞ MDമാർ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും കൃത്യമായി ബോണസ് നൽകി, ജീവനക്കാർക്ക് കൃത്യമായ ശമ്പളം നൽകി, ജീവനക്കാർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകിയത് കൊണ്ട് ജീവനക്കാർ തച്ചങ്കരിയുടെ കൂടെ നിൽക്കുന്നു. തച്ചങ്കരി കിടന്നുപെടുത്തതോ തച്ചങ്കരി പണ്ട് ചെയ്ത കുറ്റമോ നമ്മൾ പരിശോധിക്കേണ്ട. ഈ അഴിമതി തച്ചങ്കരി കൊടുത്ത 22 ഫയലുകൾ, ആ ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോർത്തി വ്യക്തമായി എന്റെ കയ്യിരിക്കുന്ന ഫയലുകളാണത്. ആ ഫയലുകൾ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പറയൂ തച്ചങ്കരി എന്തു ചെയ്തു. ഇവിടെ ചർച്ചയിൽ ആരും 22 ഫയൽ പറഞ്ഞില്ലല്ലോ. 22 ഫയലുകൾ പരിശോധിക്കുക. ആ 22 ഫയലിൽ ഈ പറയുന്ന ജോയ് തോമസ് പറഞ്ഞ ചെയർമാൻ, ഈ ജോയ് തോമസ് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു മനുഷ്യനല്ല. കാരണം ജോയ് തോമസ് കഴിച്ചിരിക്കുന്ന മാതള ജ്യൂസിന്റെയും ആവോലി ഫ്രൈയുടെയും കണക്ക് നോക്കിയാൽ ജോയ് തോമസ് മമ്മൂട്ടിയെ പോലെയോ അരവിന്ദ് സ്വാമിയെ പോലെയോ ഇരിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് ജോയ് തോമസ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിക്കുന്നതൊന്നും അഴിമതിപ്പണമായതുകൊണ്ട് ദേഹത്ത് പിടിക്കുന്നില്ല. അതേപോലെ ഈ അഴിമതി കണ്ടുപിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സൂത്രശാലിയായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു പൂച്ചയാണ് ഈ ടോമിൻ തച്ചങ്കരി. വിവരമുള്ള ആർക്കും മനസ്സിലാക്കാം. VS അച്യുതാനന്ദന് 3 പൂച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തമായി ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്ക് ഒരൊറ്റ പൂച്ച മതി. ആ ഞങ്ങളുടെ ആവശ്യം ആ ഒറ്റ പൂച്ച കൊടുത്തിരിക്കുന്ന 22 ഫയലുകൾ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ഗവൺമെന്റ് ഇത് വെച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഞാൻ വായിച്ചത് മാത്രമല്ല, ഞാൻ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ആ 22 ഫയലുകൾ കൊണ്ട് നമുക്കൊരു CBI അന്വേഷണം ആവശ്യപ്പെടാൻ കഴിയും. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ഏത് കോടതിയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ആ 22 ഫയലുകളിലുണ്ട്. തച്ചങ്കരി പണ്ട് ആരായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കേണ്ട. 21ാമത്തെ വയസ്സിൽ IPS കിട്ടിയവനാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. തച്ചങ്കരിയെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് അകത്തു പോകുന്നില്ല? KM മാണി അകത്തു പോകുന്നില്ല? എന്തുകൊണ്ട് പോവാത്തത്? നിയമവ്യവസ്ഥ അവർ പറയുന്നില്ലോ, നിയമവ്യവസ്ഥ ശിക്ഷിക്കട്ടെ. ഈ തച്ചങ്കരി ആര് ശിക്ഷിച്ചു? ശ്രീ ഹൃദേശ്, അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പലരും പറയുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അത് തങ്ങളുടെ സ്വത്തായി മാറ്റിയെടുത്തിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ടോമിൻ തച്ചങ്കരി ആയിരുന്നു ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെയും വരുതിയിൽ നിർത്താൻ ശ്രമിച്ച ഏക MD എന്നുള്ള നിലയിലാണ് തച്ചങ്കരിയെ ഇപ്പോൾ ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്.
അങ്ങനെ വളം വെച്ച് കൊടുക്കുന്നതിന് രണ്ട് മുന്നണികൾക്കും, രണ്ട് മാറി മാറി വരുന്ന സർക്കാരുകൾക്കും ഉത്തരവാദിത്തം ഉണ്ടാകില്ലേ? യേശുമാർ, ഇത് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷം കൺസ്യൂമർ ഫെഡിൽ നടത്തിയ അഴിമതി പരിശോധിച്ചപ്പോൾ ഈ കൺസ്യൂമർ ഫെഡ് എന്ന് പറയുന്നത് ഒരു മക്കാവോ ദ്വീപാണ് കേരളത്തിൽ. ഇവിടെ എന്തും ലഭിക്കും. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി, എന്തും ലഭിക്കും. തുണി അഴിച്ച് ഇതിൻ്റെ അകത്ത് ഇറങ്ങി കുളിച്ച് മാറിപ്പോവാത്ത ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും, ഇടത് വലത് മറ്റ് ഏത് പക്ഷത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഇല്ല. ഇത് എങ്ങനെ സംഭവിച്ചു? ടെൻഡർ നടപടികളില്ല. ഇത് എങ്ങനെ സംഭവിച്ചു? ഈ പൈസ എവിടെ പോകുന്നെന്ന് ഈ 22 ഫയലുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഈ 22 ഫയലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. 22 ഫയലുകൾ കണ്ട അഴിമതി നമ്മൾ ഞെട്ടിപ്പോവും. കേരളം മാത്രമല്ല, ഇന്ത്യ ഞെട്ടും ഈ അഴിമതി. ഈ രാഷ്ട്രീയക്കാർക്ക് ചർച്ചയില്ല. അല്ല, സതീശൻ പാച്ചേനി, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? നിങ്ങളൊക്കെ എനിക്കറിയില്ല ശ്രീ സതീശൻ പാച്ചേനി, താങ്കൾ വി എം സുധീറിനോട് കൺസ്യൂമർ ഫെഡിലേക്ക് എനിക്ക് പോകേണ്ടതില്ല, അവിടെ നിറയെ അഴിമതിയാണെന്ന് പറയുമ്പോൾ വി എം സുധീരൻ അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി പഠിക്കൂ എന്ന് പറയുന്ന വിധത്തിൽ അശക്തനായി മാറുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ഏജൻസി, ഈ ഏജൻസി എങ്ങനെയാണ്? ഈ ഏജൻസിയാണ് ജനങ്ങൾക്ക് സാധന സാമഗ്രികൾ കുറഞ്ഞ വിലയ്ക്ക് നൽകേണ്ടത്. അതും സാധാരണഗതിയിൽ മാർക്കറ്റിൽ കിട്ടുന്ന വിലയിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ഗവൺമെൻറ് 400 കോടി രൂപ പമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ സബ്സിഡി നൽകുന്നതിന് വേണ്ടി. അത് കൃത്യമായി നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ഒരു വകുപ്പ് ഇങ്ങനെ അഴിമതി നിറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എങ്ങനെ UDF ഉണ്ടായി? എല്ലാ മുന്നണികൾക്കും എല്ലാ സർക്കാരുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിൽ UDF ഉണ്ടായ കഥയാണല്ലോ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ദികേഷ്, 2007 മുതൽ ആരംഭിക്കുന്നു. ഇതൊരു പ്രത്യേകമായൊരു കോക്കസിൻ്റെ കയ്യിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ വ്യാപാരവും ഇതിനകത്തുള്ള ടെൻഡർ നടപടികളും വ്യക്തമായ കണക്കും കാര്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്തൊരവസ്ഥ. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, 2007 മുതൽ അതിൻ്റെ ചുക്കാൻ ശ്രീ റെജി നായർക്കാണ്. താർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതങ്ങനെ തുടർന്നു വന്നു. പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങളൊക്കെ ഇതിനകത്ത് വന്നതിന് ശേഷം ഇതിന് വളരെ വ്യക്തമായി പരിശോധിക്കാനും ഈ 2 MDമാർ ശ്രീ രതീഷ് IASഉം ശ്രീ തച്ചങ്കരിയും വന്ന കാലഘട്ടത്തിൽ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ നേരത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ആക്ഷേപിക്കുമ്പോൾ അത് സത്യസന്ധമല്ല. കാരണം ഞങ്ങളൊന്നും ഈ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു നയാ പൈസയുടെ ചായ വാങ്ങി കഴിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഈ വന്ന കാലം മുതൽ വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെട്ട് അതുകൊണ്ടാണ് ഇത് പൊതുചർച്ചയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ തച്ചങ്കരിയെ ചർച്ച ചെയ്യപ്പെടുന്നത്. നടപടിയെടുത്തതുകൊണ്ടാണ്. തച്ചങ്കേരി ആരോ ആവട്ടെ, തച്ചങ്കേരി ഇതിനകത്ത് ശക്തമായ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. തച്ചങ്കേരി ഇതിനകത്ത് നിലനിർത്തണം എന്നാവശ്യപ്പെടുന്നതും അഴിമതിക്കെതിരെ നടപടിയെടുക്കുന്നതുകൊണ്ടാണ്. എന്തായാലും പാർട്ടി തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ഇന്ന് ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ശ്രീ ജോയ് തോമസ് ഈ സ്ഥാപനത്തെ നയിക്കാൻ പ്രാപ്തനല്ല. ഞാനത് രേഖാമൂലം മുഖ്യമന്ത്രിയോടും KPC പ്രസിഡന്റിനോടും അദ്ദേഹത്തെ മാറ്റി ആ ഭാഗത്ത് തന്നെയുള്ള കോൺഗ്രസിനകത്ത് ഒരു ഭാഗത്തുള്ള ഒരു പ്രതീതി ആയിട്ട് കൂടിയാണ് ജോയ് തോമസ് വന്നത്. ആ ഭാഗത്ത് തന്നെ കൊള്ളാവുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെക്കണം. ഇതിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും അവസാനിപ്പിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇത് നല്ല നിലയിൽ കൊണ്ടുപോകാൻ അതിൻ്റെ ചുക്കാൻ പ്രസിഡന്റിനാണല്ലോ, ആ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസൃതമായി സർക്കാരും പാർട്ടിയുമൊക്കെ തീരുമാനമെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോഴുള്ളത്. പക്ഷേ സതീശൻ പാച്ചേനി, ജോയ് തോമസിനെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിലനിർത്താൻ പാടില്ല, ഐ ഗ്രൂപ്പിൽ തന്നെയുള്ള മറ്റൊരാൾ വരട്ടെ എന്ന് KPCC പ്രസിഡന്റിനോട് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണത് KPCC പ്രസിഡന്റിനെ നടപ്പാക്കാൻ ബുദ്ധിമുട്ട്? KPCC പ്രസിഡന്റ് ആ വിഷയം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്കറിയാൻ സാധിച്ചത്. തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല എങ്കിലും ആ വിഷയം ഗൗരവപൂർവ്വം അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ല, അവിടെ ഗൗരവമുള്ള വിഷയമായി ഒരുപക്ഷെ VM സുധീരൻ അത് കണ്ടാൽ പോലും ഇന്ന് KPCC പ്രസിഡന്റിന് ഡീൽ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഗ്രൂപ്പിസം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു എന്നുള്ളത് സതീശൻ പാച്ചേനി, താങ്കൾ ബാല്യകാലം മുതൽ KSUക്കാരനായും കോൺഗ്രസ്സുകാരനായും വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ അറിയാമല്ലോ. ഇന്ന് ഐ ഗ്രൂപ്പിൻ്റെ ഒരു കോർപ്പറേഷൻ അധ്യക്ഷനെ മാറ്റാൻ പോലും KPCC പ്രസിഡന്റിന് കഴിയില്ല എന്നതല്ലേ അത് തെളിയിക്കുന്നത്?
ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടിവരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ അഭിപ്രായം. കാരണം ഈ സ്ഥാപനത്തെ ഇങ്ങനെ തകരാൻ അനുവദിക്കാൻ ഒരു സർക്കാരിന് നോക്കി നിൽക്കാൻ കഴിയുമോ? കഴിയില്ല. സ്വാഭാവികമായിട്ടും ശക്തമായ നടപടിയിലേക്ക് പാർട്ടിയും ഗവൺമെൻറ്റും വന്നേ പറ്റൂ. വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ അത് പറയുമ്പോൾ ഗ്രൂപ്പ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് പ്രയാസങ്ങൾ വരുന്നത്. ഇതിനകത്ത് അതല്ല വിഷയം. അഴിമതിയോട് എനിക്കറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ശ്രീ സതീശൻ പാച്ചേനി. താങ്കളെപ്പോലെ ഒരാൾ കൺസ്യൂമർ ഫെഡിൽ ഡയറക്ടറായിരിക്കെ തന്നെ, അതും VM സുധീരൻ നിയോഗിച്ച ഒരു നോമിനി എന്നുള്ള നിലയിൽ ജോയ് തോമസിനെ അധ്യക്ഷനാക്കി നിർത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ, അത് ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി ആയതിനാൽ ഇപ്പോൾ ഒരു മന്ത്രിയെ മാറ്റുന്ന കാര്യമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും KPCC പ്രസിഡന്റിന് പരിമിതി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പുതിയ സാഹചര്യത്തിൽ. പക്ഷേ ഒരു കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ച ആളെ പോലും മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പങ്ക് ജോയ് തോമസിന് മാത്രമല്ല എന്നതല്ലേ അത് തെളിയിക്കുന്നത്? CN ബാലകൃഷ്ണൻ്റെ മകളുടെ പേരിൽ പോലും ആക്ഷേപമുണ്ട്. മന്ത്രിയുടെ മകൾ ആണ് പണപ്പിരിവ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ CN ബാലകൃഷ്ണന് പങ്കുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്, ഞാൻ ഏതൊക്കെ മന്ത്രിമാർക്ക് പണം കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ പേര് വിളിച്ചു പറയും എന്ന്. അപ്പോൾ എല്ലാവരും ഭയക്കണം. മടിയിൽ കനമുള്ളവരാണ് ഇവരെല്ലാം എന്നുള്ളത് കൊണ്ടാണ് KPCC അധ്യക്ഷനെ നടപടിയെടുക്കാൻ കഴിയാതെ വരുന്നത്. അല്ല, ഞങ്ങളിത് ആവശ്യപ്പെട്ടത്, ഈ രേഖാമൂലം ഈ നിലവിലുള്ള പ്രസിഡന്റിനെ മാറ്റണം എന്നാവശ്യപ്പെട്ടത് 2 ആഴ്ച മുമ്പാണ്. കാരണം ഇത് 1200ഓളം യൂണിറ്റുകളുള്ള നന്മ, ത്രിവേണി, അതുപോലെ തന്നെ നീതി മെഡിക്കൽസ്, ലിക്കർ ഷോപ്പ് തുടങ്ങിയിട്ടുള്ള വേരിയസ് ടയറുള്ള ഒരു സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ്. ഇതിനകത്തേക്ക് വന്നാൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ഒരല്പം മെനക്കെടണം. ഞാൻ തന്നെ 1 വർഷം ആകാൻ പോകുന്നു. കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ ബോർഡിലേക്ക് വന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇതിനകത്ത് മെനക്കെട്ട് നിന്നാൽ മാത്രമേ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. ആ രൂപത്തിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റി. അതുകൊണ്ട് വിശദമായി പഠിച്ച് സൗഹൃദത്തിലും ബോർഡ് യോഗത്തിലുമെല്ലാം പലവട്ടം ചർച്ച നടത്തി ഇന്ദിരാഭവനിൽ നടന്ന KPCC പ്രസിഡന്റ് വിളിച്ചു ചേർത്ത ബോർഡ് ഡയറക്ടർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്ത അവരുടെ സാന്നിധ്യത്തിലടക്കം ഞാനിത് അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനിട്ടല്ല, ബോധ്യപ്പെട്ട നേതൃത്വം അതിനനുസരിച്ച് ഗൗരവപൂർവ്വം ഇനി കാലതാമസമില്ലാതെ ഇതിനകത്ത് ശക്തമായ നടപടിയിലേക്ക് വരണം. അത് നാടിൻ്റെ, ജനങ്ങളുടെ, സർക്കാരിൻ്റെ ഒക്കെ ആവശ്യമാണ്. അത് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. സുരേഷ് ചന്ദ്രൻ, നേരത്തെ ശ്രീ സതീശൻ പാച്ചേനി പറയുന്നത് കേട്ടല്ലോ, ജോയ് തോമസിനെ മാറ്റണമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യപ്പെടുന്നു, പക്ഷെ മാറ്റാൻ കഴിയാത്ത സാഹചര്യം. അതെങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കളുടെ നിഗമനം? തീർച്ചയായും ഇതിൻ്റെ അകത്ത് ശ്രീ VM സുധീരൻ എല്ലാം അറിയുന്ന 2 പേരാണ് ഈ കേരള സമൂഹത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിലുള്ളത്. VM സുധീരനും ശ്രീ VS അച്യുതാനന്ദനും. ഇവർക്ക് 2 പേർക്കും മുന്നിലുള്ള ഇതിന്റെ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത് 10 വർഷത്തെ അഴിമതിയാണ്. ഈ 10 വർഷത്തെ അഴിമതി ഞങ്ങൾ വളരെ കൃത്യമായി കണക്ക് പ്രകാരം ഞങ്ങൾ എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞങ്ങളിത് വിട്ടുപോകത്തില്ല. ഞങ്ങൾ ഈ ഇതിൽ അങ്ങേ അറ്റം വരെ ഇതിൻ്റെ അകത്ത് ചർച്ചയിൽ IO AO BJPയോ എന്തോ ആവട്ടെ, ഇതൊന്നുമല്ല ചർച്ച. ഈ അഴിമതി ഞങ്ങൾ അവസാന അറ്റം വരെ ഞങ്ങൾ പോയി ഇത് കണ്ടുപിടിക്കും. ഇവിടുത്തെ ഈ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, സാധാരണക്കാർക്ക് ആവശ്യം സാധാരണക്കാരുടെ പച്ചരി വില കുറഞ്ഞു കിട്ടണം. ഇതിന്റെ അപ്പുറത്ത് വേറെ കാര്യമില്ല. അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായതും. അവസാനമായി ശ്രീ സതീശൻ പാച്ചേനി, ഒരു കോർപ്പറേഷൻ ബോർഡ് അധ്യക്ഷ സ്ഥാനത്തെ പോലും അതിൽ അഴിമതി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുകൂടി, ഞാനതിൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. രാഷ്ട്രീയമാണല്ലോ നമ്മുടെ ഇന്നത്തെ നിലയിൽ അത് ഇതിൽ പ്രധാനം. കോർപ്പറേഷൻ ബോർഡിൽ വലിയ തോതിൽ, അതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകേണ്ട ഒരു കോർപ്പറേഷൻ ബോർഡിൽ അഴിമതി ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ ബോർഡ് അധ്യക്ഷനെ മാറ്റാൻ കഴിയാത്ത തരത്തിൽ അബലനായി പോകുന്നു KPCC പ്രസിഡന്റ്. അതെന്തുകൊണ്ടാണ്? അല്ല, KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ബന്ധപ്പെട്ട മറ്റ് നേതാക്കന്മാരൊക്കെ ചില ഘട്ടത്തിൽ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സാഹചര്യങ്ങൾ വരും. അദ്ദേഹമായിട്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ആക്ഷേപം വരാതിരിക്കാൻ ഒരു മുൻകരുതൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം എടുക്കും. അതൊക്കെ ഇന്നത്തെ പൊതു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ദുർബലനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ അറിയാം,
മുഖ്യമന്ത്രിക്കും ഇത് എത്ര കാലം ഇങ്ങനെ അനുവദിച്ച് പോകാൻ സാധിക്കും? സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കും. അധികം കാലതാമസം വേണ്ടിവരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി എടുത്തിരുന്നു. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടരുത്, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള അജണ്ടയാണ് എന്നെല്ലാം കൺസ്യൂമർ ഫെഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിൽ പാളിച്ചയുണ്ടെങ്കിലും വിഷയം അഴിമതിയാണ്, ചർച്ച ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ചർച്ച വന്നപ്പോഴാണ് എൻ്റെ നേതൃത്വത്തിൽ ഒരു 3-അംഗ കമ്മിറ്റിയെ, എന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു 3-അംഗ സമിതി ഇത് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കട്ടെ ഒരു 15 ദിവസത്തിനുള്ളിൽ. തീർച്ചയായിട്ടും ആ ദൗത്യവും ഞങ്ങൾക്ക് മുമ്പാകെയുണ്ട്. ആ ദൗത്യവും സത്യസന്ധമായി നിർവഹിക്കും. അഴിമതിക്കാരെ പിടികൂടുന്ന കാര്യത്തിൽ എന്തായാലും, ഈ സ്ഥാപനത്തെ രക്ഷിക്കുന്ന കാര്യത്തിൽ എന്തായാലും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി സി ദിവാകരൻ, സതീശൻ പാച്ചേനി, ഒപ്പം തന്നെ ഹൃദേശ് ചന്ദ്രൻ, ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.